എന്തൊക്കെ എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലാ കൂട്ടായ്മയുടെ ഒരു ലേഡീസ് മീറ്റപ്പിന് പോയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളായിട്ട് നടത്തിയ പ്രോഗ്രാമാണ്. അപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാമാണ്. എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നല്ല ഗെയിംസും അതുപോലെ പാട്ടും ഡാൻസൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ലേഡീസ് മാത്രമുള്ളൊരു പരിപാടിയാണ്. പാലക്കാട് ജില്ലാ കൂട്ടായ്മയുടെ ലേഡീസ് വിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ടോപ്പാസ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇത് ഞാൻ വന്ന സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ. ആൾക്കാരൊക്കെ എത്തിച്ചേരുന്നുള്ളൂ, നമ്മൾ കുറച്ച് നേരത്തെ എത്തണമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നല്ല അടിപൊളിയാണ്. ഞാനും ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് പാട്ടിൻ്റെ അഭിപ്രായമൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളെങ്ങനെ മീറ്റപ്പ് ആദ്യമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? കുറെ പേര് ആദ്യമായിട്ടായിരിക്കും അഡ്മിൻസ് അല്ലേ എല്ലാവരും നിങ്ങൾ ഞങ്ങളൊക്കെ കാണുന്നത് അല്ലേ? ഗ്രൂപ്പിൽ ആരും ആക്റ്റീവായി വരാറില്ല, വളരെ കുറച്ച് പേര് മാത്രമേ വരാറുള്ളൂ. എന്താ കാര്യം എന്നറിയോ? നമുക്ക് പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ലെന്നുണ്ട്. നമുക്ക് നമ്മുടെ അഡ്മിൻസ്മാരോട് പരിചയപ്പെടാം. ഓരോരുത്തരായിട്ട് വരണം കേട്ടോ. രതി അച്യുതൻ, ബെഹ്റാൻ കബീർ, ആയിഷ നസീർ, സൽമ റസാദ്, ഫാസില കാസിം. മക്കള് 4 ആള്. നമ്മുടെ ഗ്രൂപ്പില് ഒരുപാട് ലേഡീസുകൾ വളരെ അധ്യാത്മികമായിട്ട് അവരുടെ വീട്ടിൽ നിന്നും തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകളാണ്, ഹോം ബേക്ക് ആയിട്ട്, അതേപോലെ ലിപ് കെയർ ഐറ്റംസ് ആയിട്ട്, അതേപോലെ തന്നെ ഒരുപാട് പിന്നെ സ്റ്റിച്ചിങ് ആയാലും അതുപോലെ ടീച്ചിങ് ആയാലും ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഫർഹാന വന്നിട്ടുണ്ടോ? ഫർഹാന അപ്പൊ സോങ്ങിന് ആദ്യം ഫർഹാന വരും. Come on, come on.
നമുക്ക് പരസ്പരം ഒരാളാണെങ്കിൽ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തും പറയാൻ പറ്റണമെന്ന് തോന്നണം. എന്നുവെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പുറത്തു പോവില്ല. അതിപ്പോൾ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറയുന്ന അവിടെ പോയി പറയുന്ന ആ ഒരു ക്യാരക്ടർ ആയിരിക്കരുത്. നമ്മളെ സപ്പോർട്ടീവ് ആയിരിക്കണം. നമ്മളുടെ ഗ്രോത്തിൽ ഒരിക്കലും അസൂയപ്പെടുന്ന ഒരാൾ ഒരിക്കലും നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ഗ്രോത്തിൽ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പോലത്തെ സന്തോഷവതിയാ അല്ലെങ്കിൽ സന്തോഷവാനാണോ അതാണ് യഥാർത്ഥം. നമ്മളെ കൂടെ എന്തിനും നിൽക്കുന്നത് പിന്നെ നമ്മളിപ്പോ ചങ്ങാതം എന്ന് പറയുന്നത് ആദ്യം എന്റെ അനുഭവം കുറിച്ച് പങ്കുവയ്ക്കാം. കുട്ടിക്കാലത്ത് ചങ്ങാതം എന്റെ കൂടെ ഉണ്ടായിരുന്ന 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം മൈക്ക് കുറച്ചും കൂടെ അടുത്ത് പറഞ്ഞോ ഒരു അനുഭവത്തില് ഞാൻ തീരെ സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ നല്ല സംസാരിക്കും. പക്ഷെ അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു ഫ്രണ്ടിനെ അങ്ങനെ ഇന്നെ ആക്കിയിട്ട് എനിക്കൊരു ഫ്രണ്ടിന്റെ പേര് കൂടി പറ അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണാ ഫ്രണ്ട്? 22 വർഷം ഇതിന്റെ കൂടെ വളരെ കുറച്ച് പേര് മാത്രമാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. അവർക്ക് കാര്യക്ഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ GTC-യുടെ അവിടെ എൻ്റെ പേര് ശ്രദ്ധ. നാട്ടിലെ ഒറ്റപ്പാലത്താണ്. ഇവിടെ താമസിക്കുന്നത് ഉടുപ്പിയുടെ ബാക്കിലാണ്. വർക്ക് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നാട്ടിൽ ഒറ്റപ്പാലത്താണ്. ഇവിടെ സുൽത്താൻ കാബൂസ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഞാൻ ഒറ്റപ്പാലം എഗ്രിയാണ് എൻ്റെ വീട്. ഹസ്ബൻഡിൻ്റെ വീട് അമ്പലപ്പാറ. ഞാനിവിടെ ഒരു പാർലർ അറിയില്ല. പേര് പറഞ്ഞെടുത്തോ?
എനിക്ക് ചേരുണ്ട് ഈ പറഞ്ഞൊരു സമ്മാനമാണ് കേട്ടോ. സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ള മാലിക്കാസ് ജ്വല്ലറി. സമ്മാനം എന്തൊക്കെയാണ്? രണ്ട് പ്രാവശ്യം